ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ത്രിയേക ദൈവം അല്ലെങ്കിൽ ട്രിനിറ്റി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ത്രിയേക ദൈവം എന്ന വിഷയത്തെക്കുറിച്ച് അനവധി തർക്കങ്ങൾ വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഇതര മതസ്ഥരും ഇക്കാര്യത്തിൽ നമ്മെ വിമർശിക്കുന്നുണ്ട്. നമ്മുടെ ഏകദൈവ വിശ്വാസം ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ നമുക്കൊരു ഏകാഭിപ്രായം ഉണ്ടാകണം എന്ന് 1 കൊരിന്ത്യർ 1-10 പരാമർശിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിനും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അതിനാൽ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും വലിയ തർക്കങ്ങളാണ്. അത് പൊതുജനത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ മറ്റു മതസ്ഥരും അത് കാണുകയല്ലേ. അപ്പോൾ നമ്മുടെ വിശ്വാസം ശരിയല്ല എന്ന് അവർക്ക് തോന്നിപ്പോവും. ത്രിയേക ദൈവം, അതുപോലെ തന്നെ വൺനെസ്, ത്രിയേക ദൈവം ശരിയല്ല. പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവും ഒന്നല്ല, അത് രണ്ടാണ്, അല്ലെങ്കിൽ രണ്ടും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര തർക്കമാണ്. എന്നാൽ ഇത് പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ അറിയാത്തതുകൊണ്ടാണ്. ചില മുസ്ലിംസ് പറയുന്നത് പഴയ നിയമത്തിലെ യഹോവ, പുതിയ നിയമത്തിലെ യേശു ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിലെ യഹോവ പല യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ യേശു തന്നെയാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യേശു ഒരു നീതിമാനായിട്ടുള്ള ദൈവമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സത്യം എന്താണെന്ന് വിശദീകരിക്കാൻ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രം ഉപയോഗിക്കുകയാണ്. ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതിന് ഇവിടെ 2 വേറെ ഇതിൻ്റെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. പിതാവ് അത് യഹോവ പ്ലസ് പുത്രൻ യേശു പ്ലസ് പരിശുദ്ധാത്മാവ് = ത്രിയേക ദൈവം. അപ്പോൾ ഇത് 3 കൂടി ചേർന്നതാണ് ദൈവം എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഭാഗങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും. ഭൂമിയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി ഒരു നിശ്ചിത സമയത്തേക്ക് ദൈവം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അയച്ചിരിക്കുന്നു. ഈ 2 ശക്തികളും ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ദൈവത്തിൽ മറഞ്ഞിരിക്കും. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ദൈവങ്ങളല്ല, ഏക ദൈവമാണ്. അപ്പോൾ ഇതിൽ പുത്രനെ അയച്ചു, അത് പിതാവിൻ്റെ ഒരു ഭാഗമാണ്. പുത്രൻ അത് ജഡത്തിൽ ഇങ്ങനെ ഭൂമിയിൽ അവതരിച്ച് സെപ്പറേറ്റ് കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവും ഒരു കാലം കഴിഞ്ഞപ്പം ഭൂമിയിലേക്ക് അയച്ചു. താഴെ കൊടുത്തിരിക്കുന്ന വചനങ്ങൾ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഭൂമിയിലേക്കുള്ള വരവിൻ്റെയും പിതാവിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തെയും കുറിച്ച് കാണിക്കുന്നു. വചനങ്ങളൊന്ന് വായിക്കാം. മത്തായി 1:20. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായി മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിപ്പുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യേശു ഭൂജാതനാകുന്ന സമയം ഇവിടെ കുറിക്കുന്നു. മറിയയിൽ ഉൽപ്പാദിതമായ സമയത്ത് യോസഫിനെ അവിടെ ദർശനത്തിൽ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ അവൾ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് യേശു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന ആളുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതായത് പെന്തക്കോസ്ത് നാളെന്ന് 50 ദിവസമാണ്. അത് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ കാത്തിരിക്കി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടാവുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തത്. ശക്തിയോടെ ഇത്രയധികം ദൈവമക്കളുടെ ഇടയിൽ വന്നൊരു സാഹചര്യം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത് വളരെ കുറച്ച് പുരോഹിതൻ, രാജാവ്, അതുപോലെ തന്നെ പ്രവാചകൻ, ഈ 3 വകുപ്പ് ആൾക്കാരെ ഇസ്രായേൽ ജനത്തിൽ ചിലർക്ക് മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇങ്ങനെയുള്ളൊരു വലിയ അളവിൽ വരുന്നത് ഈ സമയത്താണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് പെന്തക്കോസ്ത് നാളിൽ വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശു വന്നു,
പരിശുദ്ധാത്മാവും ഭൂമിയിൽ വന്നു. അത് 1-ാം നൂറ്റാണ്ടിൽ ഇതെല്ലാം നടന്നു കഴിഞ്ഞു. പിന്നെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണേമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതായത് അന്ത്യകാഹളനാദത്തിങ്കൽ മരിച്ചവർ ഉയർത്തെടുക്കുന്ന സമയം, രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത്. അതോടുകൂടി ഭൂമിയിൽ ദൈവമക്കളോ എല്ലാം ഇല്ലാതായി. അപ്പം പിന്നെ ഇവിടെ പരിശുദ്ധാത്മാവ് പോയി എന്നർത്ഥം. അത് ആയിട്ടില്ല. അത് വരുന്നത് എപ്പോഴാണ്? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ യേശു ക്രിസ്തു വരുന്നതായിട്ട് പറയുന്നുണ്ട്. അക്ഷയരായി ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സംഗതി അപ്പോഴാണ് നടക്കുന്നത്. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ദൈവമക്കൾക്ക് വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവമക്കൾ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവും കൂടെ മാറ്റപ്പെടുമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. വെളിപ്പാട് 20:5 കാണുന്ന പുനരുദ്ധാന സമയമാണ്. അതിന് തൊട്ട് ശേഷം ഉൽപ്രാവണം നടക്കും. ഉൽപ്രാവണം നടക്കുന്നത് ഇവിടെ എഴുതിയിട്ടില്ല, എങ്കിലും അതവിടെ ഉണ്ടാവും. വെളിപ്പാട് 22:1, വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അന്ത്യവിധിക്ക് ശേഷം സിയോൻ മലയിൽ പിതാവും പുത്രനും ഒന്നായി ചേരുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവ് നേരത്തെ എടുത്തു, ഇപ്പം ഇവിടെ പുത്രനും പിതാവും ഒന്നായിട്ട് കാണും. അപ്പോൾ പരിശുദ്ധാത്മാവും അവിടെ ഒരുമിച്ചായി എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ തിരിച്ച് ചെല്ലുന്ന സമയം. അതായത് ഇപ്പം ഞാൻ ചിത്രത്തിൽ കാണിക്കാം. ഇത് ആദ്യം എന്തുണ്ടായത്? പുത്രൻ ഭൂമിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് 50-ാം ദിവസം വന്നു. പരിശുദ്ധാത്മാവിനെ ആദ്യം എടുക്കുന്നു. 19-ാം അധ്യായം 11-ാം വാക്യം, അതുപോലെ തന്നെ 20-ാം അധ്യായം 5-ാം വാക്യത്തിലും പറയുന്ന സമയത്താണ് ഈ പരിശുദ്ധാത്മാവിനെ പിതാവിലേക്ക് തിരിച്ചെടുക്കുന്നത്. ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുത്രൻ തിരിച്ച് പിതാവിലേക്ക് ഒന്നായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി ചേരുന്ന സമയം എന്ന് പറയുന്നത് സിയോൻ മലയിൽ, അതായത് വെളിപ്പാട് 22:1 പറയുന്നത്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഒന്നായി എന്നർത്ഥം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി ആ സമയമാണ്. അപ്പോൾ ദൈവം ഒരു നിശ്ചിത സമയത്തേക്ക് പരിശുദ്ധാത്മാവിനെയും യേശു ക്രിസ്തുവിനെയും ഭൂമിയിലേക്ക് അയച്ചതാണ്. അപ്പോൾ അത് പിതാവിൻ്റെ ഭാഗങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് 3 ദൈവമല്ല, അത് ഒരൊറ്റ ദൈവമാണ്. പിന്നെ വേറെ ചില കാര്യങ്ങളും കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ദൈവം ഒന്നാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി പറയുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞ വാക്കാണത്. അപ്പോൾ നാം എന്നാണ് പറയുന്നത്. ആ നാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന്, ഇവിടെ നാം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ ആളുമുണ്ട് എന്ന് മനസ്സിലാക്കാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം, ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അതേ പഴയ നിയമത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആത്മീക പാറ എന്ന് പറയുന്നത് മോശയുടെ കാലത്ത് അവിടെ പാറയും അടിച്ചപ്പോൾ വെള്ളം കുടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ. ആ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചത് യേശുക്രിസ്തുവിനെ ആയിരുന്നു. യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ വന്നിട്ടുള്ള ജഡ അവതാരം അവിടെ ഉണ്ടായിരുന്നില്ല. ജഡ അവിടെ ഇല്ലല്ലോ. കാരണം ജഡാവതാരം ചെയ്യുന്നത് മറിയയിലാണ്. പിതാവും പുത്രനും ഒരുമിച്ചാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തിരുന്നത്. ആ സമയത്ത് ജഡമില്ല, ജഡാവതാരത്തിലല്ല വന്നിരിക്കുന്നത്. ആത്മീകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ യേശു ക്രിസ്തു പിതാവും കൂടി അവിടെ വർക്ക് ചെയ്തതെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നിന്നും പഴയ നിയമത്തിലും ക്രിസ്തുവിന് ഒരു റോൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ അത് പിതാവിൽ നിന്നും ജഡരൂപത്തിൽ വേർപെട്ട അവസ്ഥയിലല്ല. അന്ന് ജഡമില്ല. ജഡം അവസ്ഥ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സമയത്തുള്ളൂ തന്നെ. പിന്നെ യോഹന്നാൻ 14 പറയുന്നത്, യേശു അവനോട് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം നീ പറയുന്നത് എങ്ങനെ? അപ്പോൾ അതിൽ എക്സ്പ്ലനേഷനോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടുള്ള സംസാരിക്കുന്നു. പിതാവ് എന്നിൽ വസിച്ച് കൊണ്ട് തൻ്റെ പ്രവൃത്തി, അത് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി എന്നത് പിതാവിൻ്റെ പ്രവൃത്തി തന്നെയാണെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിൻ. ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വേറെ രീതിയിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ക്രിസ്തു പിതാവിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മേൽപ്പറഞ്ഞ വചനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെ ഇവിടെയും പറയാണ്. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുക. പിതാവ് എന്നേക്കാൾ വലിയവനുള്ളൂ.
അത് കഴിഞ്ഞിട്ട് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പിതാക്കൾ വലിയ അല്ലോ എന്ന് വെച്ചാൽ പിതാവ് പുത്രനേക്കാൾ വലിയവനാണെന്ന് മേൽക്കാര ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ചിത്രം നമുക്ക് പോവാം. ഇത് പിതാവ്, ഇത് പുത്രൻ. പുത്രനേക്കാൾ ചിത്രത്തിൽ തന്നെ വലുതാണ് പിതാവ്. പിന്നെ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞതിൽ നിന്നും പിതാവ് കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യുന്ന ആളാണ് പുത്രൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒന്നാണെന്ന് രണ്ടുപേര് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടുപേരും ഒരേ അഭിപ്രായമാണെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഈ ഏകദൈവം, വൺനെസ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തർക്കിക്കുകയാണ്. അത് മണിക്കൂറുകളോളം സമയം കളയുകയാണ്. ആൾക്കാർക്ക് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. വചനം ശരിക്കും വായിക്കുന്നൊരു കൺഫ്യൂഷനൊന്നുമില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥമുള്ള അവസ്ഥ. ഇത് ഒരൊറ്റാളും പറയണ ഞാൻ കേട്ടില്ല. അപ്പോൾ അതാണ് ഈ കാര്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ആമേൻ.